السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا أو يلقى إليه كنز أو تكون له جنة يأكل منها. وقال الظالمون إن تتبعون إلا رجلا مسحورا. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലൂടെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 6 ആയത്തുകളാണ് ഇതിനകം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് 7, 8, 9 സൂക്തങ്ങളാണ്, ആയത്തുകളാണ് ഇന്ന് നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിൻ്റെ പാതയിൽ തന്നെ ഉറച്ചു മുന്നേറുവാനുള്ള തൗഫീഖ്, പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഹൃദയത്തിന് വെളിച്ചം നൽകപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യം നൽകപ്പെട്ടവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ ആയത്തുകളിലൂടെയായി അല്ലാഹു തആല പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ആയത്തുകളിൽ അവിശ്വാസികളായ ജനങ്ങൾ ഈ വിശുദ്ധ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും മറ്റു പലരുടെയും സഹായങ്ങൾ അതിനുണ്ടായിട്ടുണ്ടെന്നുമൊക്കെയുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ വളരെ കൃത്യമായി അവരുടെ വാദത്തിന്റെ നിരർത്ഥകത അല്ലാഹു വിശദീകരിച്ചതാണ് കഴിഞ്ഞ സൂക്തങ്ങളിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ആയത്തിലും അവരുടെ മറ്റു ചില വാദമുഖങ്ങളെ, വിഡ്ഢിത്തങ്ങളെ, നിരർത്ഥകമായ ചില വാദങ്ങളെ തന്നെയാണ് അല്ലാഹു എടുത്തുദ്ധരിക്കുകയും അവയുടെ നിരർത്ഥകത നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. وقالوا, അവർ പറയുകയാണ്, ആ വിശ്വാസികളായ ജനത പറയുകയാണ്, അവർ പറഞ്ഞു, മാ ലിഹാദ റസൂൽ, ഈ റസൂലിന് ഇതെന്താണ് പറ്റിയത്? മാ ലിഹാദ റസൂൽ, മാൽ എന്ന് പറഞ്ഞാൽ മാ, എന്താണ്, അല്ലെങ്കിൽ എന്താണ്, എന്തൊരത്ഭുതമാണ്. ലിഹാദ റസൂൽ, ഈ റസൂലിന് ഇത് എന്താണ് സംഭവിച്ചത്, എന്തൊരത്ഭുതമാണ്. എന്താ വലിയ അത്ഭുതകരമായിട്ട് അവർ പറയുന്നത്? ഈ റസൂലിനുള്ള കുഴപ്പമെന്താ അവർ കാണുന്നത്? അത്ഭുതമായിട്ട് എന്താ അവർ കാണുന്നത്?
യഅ്കുലു ത്വആം, യഅ്കുലു അദ്ദേഹം ഭക്ഷിക്കുന്നുവല്ലോ. യഅ്കുലു അകല തിന്നു ഭക്ഷിച്ചു എന്ന് മുളാരിഅാണ്, ഫ്യൂച്ചർ ടെൻസ് ആണ്. യഅ്കുലു യഅ്കുലു അദ്ദേഹം ഭക്ഷിക്കുന്നുവല്ലോ. അത്വആമ ത്വആം ഫുഡ്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. എന്താ ഈ റസൂൽ ഇങ്ങനെ? ഈ റസൂൽ എന്താ ഇങ്ങനെ? വലിയ അത്ഭുതം തന്നെയാണല്ലോ, ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. വയംശി ഫിൽ അസ്വാഖ്, വയംശി മശാ യംശി, നമുക്കറിയാം ധാരാളമായി നമ്മൾ കേൾക്കുന്ന ഒരു പ്രയോഗമാണത്. മശാ, മശാ എന്ന് പറഞ്ഞാൽ നടന്നു എന്നാണ്. മശാ എന്നതാണ് അതിന്റെ പാസ്റ്റ് ടെൻസ്, മാദി. അത് എഴുതുമ്പോൾ മീമ് ഷീന് അതിന്റെ ശേഷം അവസാനം യാ ആണ് എഴുതേണ്ടത്, അലിഫ് അല്ല. അപ്പൊ മശാ പറയുമ്പോൾ മശാ എന്നാണ്, എഴുതുമ്പോൾ ഷീനിന്റെ ശേഷം യാ ആണ്. അപ്പൊ മശാ നടന്നു, അതിന്റെ മുളാരിയാണ് യംശി. വയംശി ഇദ്ദേഹം നടക്കുകയും ചെയ്യുന്നുവല്ലോ. ഫിൽ അസ്വാഖ്, ഫിൽ അസ്വാഖ് അങ്ങാടികളിലൂടെ, മാർക്കറ്റുകളിലൂടെ. സൂഖുൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് അസ്വാഖ്, മാർക്കറ്റുകളിൽ. മാർക്കറ്റുകളിലൂടെ നടക്കും, വരും, പോവും, കച്ചവടവും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതെന്ത് റസൂലാത്, എന്താ സംഭവിച്ചത്, ഇതൊരു അത്ഭുതം തന്നെയാണല്ലോ എന്നും അവര് പറയുകയുണ്ടായി. മാത്രമല്ല, ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ, ലൗലാ ഉൻസില ഇലൈഹി അദ്ദേഹത്തിലേക്ക് ഇറക്കപ്പെട്ടുകൂടെ? ലൗലാ ഉൻസില ഇറക്കപ്പെടാത്തതെന്ത്, അല്ലെങ്കിൽ ഇറക്കപ്പെട്ടുകൂടെ? ഉൻസില നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള വാക്കാണ്. അൻസല, ഉൻസില. ഉൻസില എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ടു. ലൗലാ ഉൻസില ഇലൈഹി അദ്ദേഹത്തിലേക്ക് ഇറക്കപ്പെട്ടുകൂടെ? ആരെ? മലക്കുൻ, ഒരു മലക്കിനെ ഇറക്കപ്പെട്ടുകൂടെ അദ്ദേഹത്തിന്റെ കൂടെ? അദ്ദേഹം മാത്രം അങ്ങനെ വന്നു പറയുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു മലക്കിനെ ഇറക്കപ്പെട്ടുകൂടെ? എന്നിട്ടോ ഫയകൂന മഅഹു നദീറാ, ഫയകൂന അങ്ങനെ ആ മലക്കായി തീരുന്നു, മഅഹു ഇദ്ദേഹത്തിന്റെ കൂടെ, നദീറാ ഈ നബി സല്ലല്ലാഹു നബിയുടെ കൂടെ ഇദ്ദേഹത്തിന് ഒരു താക്കീതുകാരനായിട്ട് ആ മലക്കും ഒന്നുകൂടെ. അപ്പൊ ഒരു മലക്കിന്റെ കൂടെ ഇദ്ദേഹത്തിന് വന്നുകൂടെ? ഇതാണ് ഇപ്പൊ അവര് രണ്ടാമത്തെ വാദം. ഇനി മൂന്നാമതോ, ഔ യുൽഖാ ഇലൈഹി കൻസുൻ ഔ തകൂനു ലഹു ജന്നത്തുൻ യഅ്കുലു മിൻഹാ ഖാല الظالمون ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. അല്ലെങ്കിൽ ഔ യുൽഖാ ഇലൈഹി, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് ഇട്ടുകൊടുത്തുകൂടെ? അദ്ദേഹത്തിലേക്ക് ഇട്ടുകൊടുക്കാത്തതെന്താ? ഔ യുൽഖാ അല്ലെങ്കിൽ ഇട്ടുകൊടുത്തുകൂടെ? അൽഖാ, യുൽഖി, അൽഖാ ഇട്ടുകൊടുത്തു, യുൽഖി ഇട്ടുകൊടുക്ക. യുൽഖാ ഇലൈഹി അദ്ദേഹത്തിലേക്ക് ഇട്ടുകൊടുക്കപ്പെട്ടുകൂടെ? കൻസുൻ വല്ല നിധിയും, ഒരു നിധിയോ നിക്ഷേപമോ ഒക്കെ. കെൻസ് എന്ന് പറഞ്ഞാൽ നിധി അല്ലെങ്കിൽ നിക്ഷേപം എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ ബഹുവചനമാണ് കുനൂസ്. ഹദീസുകളിൽ കാണാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗീയ നിക്ഷേപങ്ങളിൽപ്പെട്ട ഒരു നിധിയാണ്, ഒരു നിക്ഷേപമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിന്റെ മഹാത്മ്യം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇവർ ഉന്നയിക്കുന്ന വാദം എന്താണ്? ഒരു മലക്കിനെ ഇറക്കി കൊടുത്തുകൂടെ? എന്നിട്ട് ആ മലക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ വരിക, ഒരു താക്കീതുകാരനായിട്ട്, രണ്ടാളും കൂടെ അങ്ങനെ ഒരു കാര്യങ്ങൾ പറയുന്ന ആൾക്കാരായിട്ട് വന്നുകൂടെ? ഒക്കെ പരിഹാസാണ്, ആവശ്യം ഒരു ആത്മാർത്ഥമായിട്ട് പറയുമൊന്നുമല്ല. ഔ യുൽഖാ ഇലൈഹി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തുകൂടെ? കെൻസുൻ വല്ല നിധിയും നിക്ഷേപമൊക്കെ, ആകാശത്തു നിന്നൊരു നിധിയോ നിക്ഷേപമൊക്കെ അദ്ദേഹത്തിനാണ് കൊടുത്തൂടെ? ഔ തകൂനു ലഹു ജന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിക്കൂടെ? ജന്നത്തുൻ ഒരു തോട്ടം, യഅ്കുലു മിൻഹാ ആ തോട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ സാധിക്കുന്നു.
അദ്ദേഹത്തിന് ഈ കച്ചവടവും മാർക്കറ്റും അങ്ങാടിയൊന്നും ഇല്ലാതെ തന്നെ ജീവിക്കാനുള്ള വകയും നിക്ഷേപവും സ്വത്തും അതുപോലെ തന്നെ ഒരു തോട്ടവും, ആ തോട്ടത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഭക്ഷിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമാകുന്ന നിലക്കൊരു തോട്ടമൊക്കെ കൊടുത്തുകൂടെ, ഒക്കെ ഉണ്ടായിക്കൂടെ? ഇതൊക്കെയാണ് ഇവരുടെ പരിഹാസം കലർന്ന ചോദ്യങ്ങൾ. മാത്രമല്ല അവർ പറയുകയും ചെയ്തു, ഈ മേൽ പറയപ്പെട്ട ഈ അക്രമികളുണ്ടല്ലോ, ഈ അക്രമികളായ ജനങ്ങൾ പറഞ്ഞു, ഇൻ തത്തബിഊന ഇല്ലാ റജുലം മസ്ഹൂറാ, ഇൻ തത്തബിഊന നിങ്ങൾ പിൻപറ്റുന്നില്ല ഇല്ലാ റജുലം മസ്ഹൂറാ, മാരണം ബാധിക്കപ്പെട്ടിട്ടുള്ള ഒരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളെ നോക്കിയിട്ട് അവർ പറയുകയും ചെയ്തു. അക്രമികൾ പറഞ്ഞു, ഇൻ തത്തബിഊന, ഇത്തബഅ പിൻപറ്റി, യത്തബിഉ പിൻപറ്റുന്നു, തത്തബിഉ തത്തബിആനി തത്തബിഊന, ഇൻ തത്തബിഊന നിങ്ങൾ പിൻപറ്റുന്നില്ല. അവിടെ ഇന്നുള്ളത് നിഷേധത്തിന്റെ അർത്ഥമാണ്. അപ്പൊ എന്താ അർത്ഥം? ഇൻ തത്തബിഊന നിങ്ങൾ പിൻപറ്റുന്നില്ല, ഇല്ലാ റജുലം മസ്ഹൂറാ, ആഭിചാരബാധിതനായ അതല്ലെങ്കിൽ സിഹിർ ബാധിച്ച, മാരണം ബാധിച്ച ഒരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്നും ആ ക്രമികൾ പറഞ്ഞു. തുടർന്നുകൊണ്ട് അല്ലാഹു പറയാണ്, ഉൻളർ കൈഫ ദറബൂ ലകൽ അംസാൽ ഫദല്ലൂ ഫലാ യസ്തതീഊന സബീലാ. ഉൻളർ നോക്കൂ, കൈഫ ദറബൂ നബിയെ നോക്കൂ, കൈഫ ദറബൂ അവരെങ്ങനെയാണ് വിവരിക്കുന്നതെന്ന്. ഇവിടെ ലറബ എന്ന് പറഞ്ഞ അർത്ഥം വിവരിച്ചു, ഉദാഹരണം പറഞ്ഞു, ഉദാഹരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ലറബക്ക് അറബി ഭാഷയിൽ പല അർത്ഥങ്ങളുമുണ്ട്. ലറബ അടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രസിദ്ധമായി നമ്മുടെയൊക്കെ മനസ്സുകളിൽ ആ പദം കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓടി വരുന്ന അർത്ഥം എന്താണ്? ലറബ അടിച്ചു. ഫദരിബ് അസാക്ക, നിന്റെ കൈ കൊണ്ട് നീ അടിക്കും, നിന്റെ വടി കൊണ്ട് നീ അടിക്കുക, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യാത്ര ചെയ്തു എന്നുമുണ്ട്. യാത്ര ചെയ്തു എന്ന അർത്ഥമുണ്ട്, ഉദാഹരണം പറഞ്ഞു എന്ന അർത്ഥമുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ അല്ലാഹു തആല പറയാണ്, കൈഫ ദറബൂ ലക, എപ്രകാരമാണ്, എങ്ങനെയാണ് അവർ നിന്നെ വിവരിച്ചതെന്ന്, നിനക്ക് വിവരിച്ചു തരുന്നതെന്ന്. അൽ അംസാല, ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെ. ഇതൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഒരുപാട് ഇത്തരത്തിലുള്ള ഉപമകള്, ഉദാഹരണങ്ങളൊക്കെ എപ്രകാരമാണ് അവർ നിന്റെ പേരിൽ ഇങ്ങനെ പറയുന്നത്, വിവരിക്കുന്നത് എന്ന് നബിയെ നോക്കൂ താങ്കൾ. അത്ഭുതല്ലേ അവരുടെ കാര്യം. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫദല്ലൂ, ആകയാൽ അവർ വഴിപിഴച്ചിരിക്കുന്നു. മാത്രമല്ല ഫലാ യസ്തതീഊന സബീലാ, ദല്ല പിഴച്ചു, ദല്ലു ഫദല്ലു അവർ വഴിപിഴച്ചിരിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അവസാനം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ദാല് പിഴച്ചവൻ, ദല്ല പിഴച്ചു, ദാല് പിഴച്ചവൻ. ഫദല്ലു അവർ പിഴച്ചു പോയിരിക്കുന്നു, നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. മാത്രമല്ല ഫലാ യസ്തതീഊന, ആകയാൽ അവർക്ക് സാധ്യമല്ല, സബീലാ ഒരു മാർഗവും അവരെ കൊണ്ട് സാധ്യമല്ല, ഒരു മാർഗത്തിലേക്കും അവർക്ക് എത്താൻ കഴിയൂലാന്ന്. അത്രക്ക് വഴിപഴവിലാണ് അവർ പെട്ടിരിക്കുന്നത്. ഇതാണിപ്പോ ഈ 3 ആയത്തുകളിലൂടെയായി അള്ളാഹു പറയുന്നത്. സഹോദരങ്ങളെ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുണ്ട് ഈ വചനങ്ങളിൽ നിന്ന്. ഒന്നാമതായി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ട കുറ്റം എന്താ? വഖാലു, അല്ലാഹു പറയാണ്, വഖാലു അവര് പറയുന്നു, മാ ലിഹാദർ റസൂൽ, ഈ റസൂലിന് ഇത് എന്താ പറ്റിയത്? ഈ റസൂലിന്റെ കാര്യം എന്താണ്? ഈ റസൂൽ ഇങ്ങനെ എന്താ പ്രശ്നം? യഅകുലു ത്വആമ വയംശീ ഫിൽ അസ്വാഖ്, യഅകുലു ത്വആമ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുവല്ലോ, വയംശീ ഫിൽ അസ്വാഖ് മാർക്കറ്റുകളിലൂടെ, അങ്ങാടികളിലൂടെ നടക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനോ. അപ്പൊ ഇവരുടെ ധാരണ എന്താണ്? സാധാരണ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുക, അങ്ങാടിയിൽ കൂടെ നടക്കുക, അങ്ങാടിയിലേക്ക് പോകുക, വരിക, അവിടെ അല്ലറ ചില്ലറ കച്ചവടങ്ങളൊക്കെ ചെയ്യുക, അവിടെയുള്ള ആളുകളുമായൊക്കെ ഇടപഴകുക,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു റസൂലായിട്ട് വരുന്ന ആൾക്ക് തീരെ യോജിക്കൂലെന്നായിരുന്നു മുശ്രിക്കുകളുടെ വാദം. അതങ്ങനെയായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട്. പ്രവാചകന്മാരെ കുറിച്ച് സമൂഹത്തിൽ രണ്ട് കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രവാചകന്മാരെ കുറിച്ച് വ്യത്യസ്തങ്ങളായ രണ്ട് കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിയിലുള്ള മുശ്രിക്കുകളുടെയും കാഫിറുകളുടെയും വീക്ഷണമാണ്. അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തത് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ പ്രവാചകന്മാരെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്, നോക്കിക്കാണേണ്ടത്, വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഇപ്പൊ മുശ്രിക്കുകളായ ആളുകൾ ഇവരിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ആരോപണം എന്താണ്? ഇയാളെന്താ അങ്ങനെ സാധാരണ മനുഷ്യന്മാരെ പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങാടി കൂടെ നടക്കുന്നുണ്ട്, ഇതൊന്നും ഒരു റസൂലായിട്ട് വരുന്ന ആൾക്ക് യോജിക്കൂല. അപ്പൊ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങാടിയിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്, അങ്ങാടി കൂടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് റസൂലായിരിക്കാൻ യോഗ്യനല്ല എന്നാണ് ഇപ്പൊ അവർ ഈ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ പൊരുള്. അവരുടെ ധാരണയിൽ മനുഷ്യാതീത പ്രകൃതനായിരിക്കണം. മനുഷ്യപ്രകൃതക്കാരൻ ഒരു റസൂലായിട്ട് അയക്കാൻ പറ്റൂല. ഒരു ദൈവത്തിന്റെ ദൂതൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യാതീതമായ കഴിവുകളൊക്കെ അയാൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇവരുടെ ഈ രൂപത്തിലുള്ള ആരോപണത്തിന്റെ കാതലായ വശം. അതാണ് ഇത്. സുഹൃത്തുക്കളെ, മുൻഗാമികളായ പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങളുടെയും ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ സമുദായങ്ങളും അവരവരുടെ കാലഘട്ടത്തിൽ നിയുക്തരായ പ്രവാചകന്മാരെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്, നിങ്ങൾ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ്, നിങ്ങൾക്ക് എന്താ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ കാണട്ടെ, കൊണ്ടുവരീൻ, ഞങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പലരും ഇത് ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായി സൂറത്ത് ഇബ്രാഹിമിലെ 10-11 ആയത്തുകളിൽ അല്ലാഹു തആല വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താ? തൊട്ട് മുമ്പുള്ള വചനങ്ങളിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നത് ആദ് ഗോത്രം, സമൂദ് ഗോത്രം, അതുപോലെയുള്ള സമൂഹങ്ങളിലേക്കൊക്കെ പ്രവാചകന്മാർ വന്നതിനെ കുറിച്ചാണ്. എന്നിട്ടോ ആ പ്രവാചകന്മാരോടൊക്കെ ആ പ്രവാചകന്മാരുടെ ജനങ്ങൾ എന്താ പറഞ്ഞത്? ഈ മുശ്രിക്കുകൾ നബിതങ്ങളോട് പറഞ്ഞ കാര്യം തന്നെയാണ്. സമാനമായ വാക്കുകളാണ് മുമ്പും പറഞ്ഞിട്ടുള്ളത്. എല്ലാ റസൂലുകൾ വരുമ്പോഴും ഈ പിഴച്ച കക്ഷികൾക്കൊക്കെയുള്ള ധാരണ എന്താണ്? ഒരു റസൂലായിട്ട് നിയോഗിക്കപ്പെടുന്ന ആൾ ഒരു മനുഷ്യനാവാൻ പറ്റൂല, അവർ സാധാരണക്കാരനാവാൻ പറ്റൂല, അയാളിൽ അസാധാരണത്വങ്ങളൊക്കെ ഉണ്ടാവണം. അവർ കാരണം അസാധാരണത്വം എന്താണ്? എന്തു നമ്മളാണ്ട് ആവശ്യപ്പെട്ടാലും അതൊക്കെ അദ്ദേഹം അങ്ങോട്ട് ചെയ്യണം, അതൊക്കെ അങ്ങോട്ട് കാണിക്കണം. എന്തു അത്ഭുതങ്ങൾ ആവശ്യപ്പെട്ടാലും അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. അങ്ങനത്തെ ആളെ റസൂലാകാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയായിരുന്നു അവരുടെ ഒരു ധാരണ. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ് ഗോത്രത്തിലെയും സമൂദ് ഗോത്രത്തിലെയും പ്രവാചകന്മാരോടൊക്കെ അവര് പറഞ്ഞ വാക്കെന്താന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്ത് ഇബ്രാഹിമിൽ. ഖാലൂ ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. അവര് പറഞ്ഞു, പ്രവാചകന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് അവര് പറഞ്ഞു, ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ ഞങ്ങളമായിരുത്ത മനുഷ്യന്മാരാണ്, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാര് മാത്രമാണ്. എന്നിട്ടോ ഞങ്ങളുടെ കാക്കകാരണവന്മാരൊക്കെ ആരാധിച്ചിരുന്നവയിൽ നിന്ന് ഞങ്ങളെ തടയാനാ നിങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് അതൊന്നും നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരൊന്നുമല്ല, വ്യക്തമായ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരണം എന്ന് അവര് പറഞ്ഞു. പ്രവാചകന്മാരൊക്കെ മറുപടി പറഞ്ഞാൽ എന്താ? ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരല്ല എന്നാണോ പറഞ്ഞത്? അതാ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. അവര് പറഞ്ഞത് എന്താ? ഇന്നന്തും ഇല്ലാ ബശറും മിഥലുന, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാര് മാത്രമാണ്, വേറെ ആരുമല്ല എന്ന് പറഞ്ഞപ്പോ അമ്പിയാക്കന്മാര് അവരോട് ആ കാര്യത്തെ അംഗീകരിച്ചു കൊടുക്കണം. ഞങ്ങൾ നിങ്ങളുമായിട്ട് മനുഷ്യന്മാർ തന്നെയാണ്, പക്ഷേ ചില പ്രത്യേകതകളുണ്ട് എന്ന് ശേഷം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താ? ഖാലത് ലഹും റസൂലുഹും ഇൻ നഹ്നു ഇല്ലാ ബശറും മിസ്ലുകും വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി വമാ കാന ലനാ അൻ നഅതിയകും ബിസുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സൂറത്ത് ഇബ്രാഹിമിലെ 11-ാമത്തെ ആയത്തിൽ നിന്ന്. അപ്പൊ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് മാത്രാണ് എന്ന് പറഞ്ഞപ്പോ ദൂതന്മാർ അവരോടെന്താ പറഞ്ഞത്? ഖാലത് ലഹും റുസുലുഹും,
സഹോദരങ്ങളെ, നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കണം. ഖാലത്ത് ലഹും റുസുലുഹും, അവരുടെ ദൂതന്മാർ അവരോട് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരല്ല എന്ന് പറഞ്ഞു. മനുഷ്യന്മാരനെയാണ്, നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരനെയാണ് ഞങ്ങൾ. എങ്കിലല്ലേ, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരായാലല്ലേ നിങ്ങളിലേക്ക് ദൂതന്മാരായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റാരുമല്ല. പക്ഷേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരെന്ന് പറയുമ്പോ ഒരു പ്രത്യേകതയുമില്ലേ? ഉണ്ട്. വലാകിന്നല്ലാഹ, പക്ഷേ അല്ലാഹു യമുന്നു, അല്ലാഹു ഔദാര്യം ചെയ്തു കൊടുക്കുന്നു, അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുന്നു. അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അവൻ പ്രത്യേകം അനുഗ്രഹം ചൊരിയുന്നു. അപ്പൊ അതാ ഞങ്ങൾക്കുള്ള പ്രത്യേകത. ഞങ്ങൾ വേറെ ഒരു ജീവികളൊന്നുമല്ല, ഞങ്ങൾ മലക്കുകളല്ല, അല്ലെങ്കിൽ വേറെ ഇവിടുത്തെ ഭൂതവർഗമൊന്നുമല്ല. ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരനെയാണ്. പക്ഷേ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകളിൽ ചിലർക്ക് ചില അനുഗ്രഹങ്ങൾ കൊടുക്കും. അത് കിട്ടിയവരാ ഞങ്ങള്. അതെന്താ? നുബൂവത്ത് എന്ന അനുഗ്രഹം. നുബൂവത്ത് പ്രവാചകത്വ പദവി, അതുപോലെ തന്നെ റിസാലത്ത്, ഒരു മുർസലാവുക, അയക്കപ്പെടുന്ന ഒരു ദൂതനാവുക, അതൊരു യോഗ്യതയാണ്. അത് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കിട്ടുന്നതല്ല. അത് അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നതാ. അതാണ് ഇവിടെ നബിമാര് മറുപടി പറയുമ്പോ അല്ലാഹു തആല പറയാണ്, വലാകിന്നല്ലാഹ, പക്ഷേ അല്ലാഹു യമുന്നു, അവൻ അനുഗ്രഹം ചൊരിയുന്നു, അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ. അപ്പൊ റബ്ബാണ് ആരെയാണ് നബിയായിട്ട് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് അവൻ തെരഞ്ഞെടുക്കും. അതാണ് ഞങ്ങൾക്കുള്ള പ്രത്യേകത. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാ ഞങ്ങള്. നിങ്ങൾ അങ്ങനെ തെരഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കില്ലാത്ത ചില കാര്യങ്ങൾ, പ്രത്യേകതകൾ ഞങ്ങളിൽ ഉണ്ടാകും. നുബുവത്തിന്റെ പ്രത്യേകതകൾ ഉണ്ടാകും. അതെന്താ? ഞങ്ങൾ പ്രവാചകൻ, മലക്കുകളുടെ ശബ്ദം ഞങ്ങൾ കേൾക്കും. മലക്കുകൾ വഹയുമായിട്ട് വരുമ്പോ ഞങ്ങളത് കേൾക്കുന്നുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കത് പറ്റൂല. അപ്പോ ഈ രൂപത്തിൽ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൂടെ പ്രവാചകന്മാരെ അവരെ പഠിപ്പിക്കുന്നു. അതാണ് ഞങ്ങൾക്കുള്ള പ്രത്യേകത. ഞങ്ങൾ നബിയായിട്ട് തെരഞ്ഞെടുത്തു. എന്നാൽ ഞങ്ങൾ നബിയായിട്ട് തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ ജാലവിദ്യക്കാരോട് ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന്, അങ്ങാടിയിൽ നിന്ന് ഇന്നത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കാണിക്കാൻ ഞങ്ങൾക്ക് അള്ളാന്റെ കഴിവൊന്നുമില്ല. ഞങ്ങൾ അള്ളാന്റെ ദൂതന്മാരാണ്, അള്ളാഹുവിന്റെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടേതല്ലാത്ത എന്ത് കാര്യങ്ങൾ, ഒരു സാധാരണ മനുഷ്യന് കഴിയാത്ത ഏത് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖും അനുമതിയൊക്കെ വേണം. അതാണ് തുടർന്നുകൊണ്ട് അമ്പിയാക്കൾ അവരെ പഠിപ്പിക്കുന്നത്. വമാ കാന ലനാ, ഞങ്ങൾക്ക് സാധ്യമല്ല തന്നെ, ഞങ്ങൾക്ക് കഴിയില്ലല്ലോ, അന്നഅതിയകും ബിസുൽത്താൻ, നിങ്ങൾക്ക് വല്ല അത്ഭുതങ്ങളായ തെളിവുകളും കൊണ്ടുവന്ന് തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുവാദമുണ്ടെങ്കിലല്ലാതെ, റബ്ബിന്റെ അനുമതി ഒന്നുകൊണ്ടല്ലാതെ ഞങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന ഒരു അത്ഭുതങ്ങളും ഒരു തെളിവുകളും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയുകയുമില്ല. ഞങ്ങൾ അതിന്റെ ആളല്ല, ഞങ്ങൾക്കത് പറ്റൂല. വളരെ കൃത്യമല്ലേ സഹോദരങ്ങളെ? അപ്പൊ അള്ളാഹുവിന്റെ ദൂതന്മാരെ കുറിച്ച് നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞപ്പോ അത് സമ്മതിച്ചു കൊടുത്തു പ്രവാചകന്മാരെ. അതെ, പക്ഷേ നിങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകത ഞങ്ങൾക്കുണ്ട്. ഇനി പരിശുദ്ധ ഖുർആൻ തന്നെ ഇക്കാര്യം പറഞ്ഞില്ലേ? സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞില്ലേ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഖുൽ, നബിയെ പറയൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു പറയുന്നു. ഖുൽ, നബിയെ പറയൂ. എന്താ പറയേണ്ടത്? ഇന്നമാ അന ബശറും മിസ്ലുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷേ എന്താ പ്രത്യേകത അറിയോ? യൂഹാ ഇലയ്യ, എനിക്ക് വഹീ നൽകപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്കില്ല. അപ്പൊ വഹീ നൽകപ്പെടുന്നത് കൊണ്ടുള്ള ചില പ്രത്യേകത എന്താ? വഹീ നൽകപ്പെടുന്നത് അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിശ്ചയമായും
നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണെന്ന് ഞങ്ങൾക്ക് വഹീ നൽകപ്പെടുന്നു, എനിക്ക് വഹീ നൽകപ്പെടുന്നുണ്ട്. അപ്പൊ ദൂതന്മാരുടെ പ്രത്യേകത, അവർക്ക് വഹീ കിട്ടുന്നുണ്ട്. വഹീയും നുബുവത്തുമുള്ള പ്രവാചകന്മാരാകുമ്പോ അവർക്ക് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്യും? ചില മറഞ്ഞ കാര്യങ്ങൾ ചില സമയത്ത് അറിയിച്ചു കൊടുക്കും, ചില അദൃശ്യമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, ചില പ്രത്യേകമായ കാര്യങ്ങൾ അവരുടെ കൈക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിപ്പിക്കും, ഉണ്ടാക്കും, പ്രകടിപ്പിക്കും. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരിൽ ഉണ്ടായിരുന്നെന്തുകൊണ്ടാണ്? അവർക്ക് വഹീ കിട്ടുന്നുണ്ട്. അതേ അവസരത്തിൽ അതല്ലാത്ത മറ്റു കാര്യങ്ങളിലൊക്കെ ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉറങ്ങാറില്ലേ? ഞങ്ങൾ ഉറങ്ങും. സാധാരണ മനുഷ്യന് വിശക്കൂലേ? വിശന്നാ ഭക്ഷണം കഴിക്കൂലേ? ഞങ്ങൾക്കും വിശക്കും, ഞങ്ങളും ഭക്ഷണം കഴിക്കും. ദാഹിക്കും, വെള്ളം കുടിക്കും. ഞങ്ങൾ ഉറക്കും, ഞങ്ങൾക്കും മയക്കുണ്ടാവും, ക്ഷീണുണ്ടാവും, ഞങ്ങൾക്കും രോഗം ബാധിക്കും, ശാരീരികമായ രോഗങ്ങൾ ഞങ്ങൾക്കും ബാധിക്കും. ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പൊട്ടി ഒഴുകിയാൽ അതിൻ്റെയും നിറം ചുവപ്പ് തന്നെയായിരിക്കും. ഞങ്ങൾക്കും ചിലപ്പോൾ ബോധക്ഷയമൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും വരുന്നു. അതുപോലെ തന്നെ അദൃശ്യമായ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയൂല, മറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയൂല. നിങ്ങൾ ചോദിക്കുന്നത് എന്തും അത്ഭുതങ്ങളൊക്കെ കാണിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ചില പ്രത്യേകതകൾ എന്താ ഞങ്ങൾക്കുള്ളത്? നിങ്ങളെപ്പോലെ ഉണ്ണലും ഉറങ്ങലും രോഗമൊക്കെ ഞങ്ങൾക്കും ഉണ്ടാവുമെങ്കിലും വഹീ കിട്ടുന്നുണ്ട്. വഹീ കിട്ടുന്നതിന്റെ വെളിച്ചത്തിൽ ചില മറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു തരും. അപ്പൊ ഞങ്ങളത് പറയും. അതുപോലെ തന്നെ ഞങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അത്ഭുതങ്ങൾ ചെയ്യും, പ്രകടിപ്പിക്കും. അല്ലാഹുവാണ് പ്രവർത്തിക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ കരങ്ങളിലൂടെയാണ് അത് നടക്കുക. അതാണ് അമാനുഷികമായ കാര്യങ്ങൾ, മുഅ്ജിസത്തുകൾ, ഇതൊക്കെ ഉണ്ടാകും എന്ന മറുപടിയാണ് മഹാന്മാരായ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഒക്കെ നൽകിയിട്ടുള്ളത്. ഏറെ മറിച്ച് ഈ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വാദം എന്താ? നബിയായിട്ട് വരുന്ന ആൾ ഇങ്ങനെയൊന്നും ആയാ പോരാ, അവർ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റണം, എങ്കിലേ നബിയായിട്ട് ഞങ്ങൾ അംഗീകരിക്കൂന്നാണ്. ഇതൊക്കെയാണ് കാണിച്ചു തന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചോളാന്നാ അവർ പറയുന്നത്. എന്തൊക്കെ രൂപത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചോദിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റാ 90, 91, 92, 93 ആയത്തുകളിലൂടെ സവിസ്തരം അല്ലാഹു അത് പറയുന്നുണ്ട്. وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تسقط السماء كما زعمت لنا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا. അല്ലാഹു തആല വളരെ കൃത്യമായി പറയണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്തൊക്കെയാ അവർ ആവശ്യപ്പെട്ടത്? അറേബ്യൻ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിൽ വെച്ച് ആവശ്യപ്പെട്ട അത്ഭുതങ്ങളാ പറയാൻ പോകുന്നത്. അവരുടെ ഒരു കേവല ധാരണകളായി ഇതൊക്കെ. വഖാലു, അവരെ പറഞ്ഞു, മുഹമ്മദേ, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല ഏതുവരെ ഈ മരുഭൂമിയിൽ നിന്ന് നീ ഒരു നീരുറവ ഇങ്ങ് ഒട്ടിയൊഴുക്കണം. ഇവിടുന്ന് ഈ മരുഭൂമിയിലുണ്ടല്ലോ, ഇപ്പൊ ഇവിടെ വെള്ളമൊന്നുമില്ലല്ലോ, ഇവിടുന്ന് ഒരു നീരുറവ, ഒരു അരുവി നീ ഇങ്ങോട്ട് പൊട്ടി ഒഴുക്ക്. എന്നിട്ടോ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ, അല്ലെങ്കിൽ നിനക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒക്കെ ഒരു തോട്ടം ഇപ്പോൾ ഇവിടെ ഇങ്ങുണ്ടാകട്ടെ. ഇവിടെ ഇപ്പൊ ഒരു തോട്ടം ഉണ്ടാവണം. എന്തിന്റെ തോട്ടം? മുന്തിരിത്തോപ്പ്, ഈത്തപ്പനത്തോപ്പ്. എന്നിട്ടോ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ശുദ്ധമായ അരുവീനെ അങ്ങനെ ഒഴുക്കുകയും ചെയ്യണം. ഒരു നദി ഒഴുകണം, ജലസേചന സൗകര്യാർത്ഥം അതിന്റെ നടുക്കളിലൂടെ ഒരു നദി ഒഴുകണം. ഇതൊക്കെ അവരാവശ്യങ്ങൾ. അല്ലെങ്കിലോ നീ പറയുന്നുണ്ടല്ലോ, വിശ്വസിച്ചില്ലെങ്കിൽ ആകാശം നമ്മുടെ മേൽ കഷ്ടമായിട്ട് വീഴും, എന്നാ അങ്ങോട്ട് വീഴ്ത്ത്. ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ടമായിട്ട് നീ ഒന്നും ഇങ്ങോട്ട് വീഴ്ത്തി കാണിച്ചതാ. അല്ലെങ്കിൽ അള്ളാനെ തന്നെ കൊണ്ടുവരും, അള്ളാനെ അങ്ങോട്ട് കൊണ്ടുവരും. അള്ള പറയട്ടെ ഞങ്ങളോട്.
അല്ലെങ്കിൽ വൽ മലായികത്തി ഖബീല, മലക്കുകളെ കൊണ്ടുവരും, മലക്കുകളൊക്കെ കൂട്ടം കൂട്ടമായിട്ടുണ്ട് ഇറങ്ങട്ടെ, എന്നിട്ട് അവർ ഞങ്ങളോട് സംസാരിക്കട്ടെ, എന്നാ ഞങ്ങൾ വിശ്വസിക്കാം. അല്ലെങ്കിൽ ലൗ യകൂന ലക ബൈത്തും മിൻ സുഖ്റഫിൻ, നിനക്കൊരു കനക കൊട്ടാരം ഉണ്ടാകട്ടെ. സുഹ്റഫ്, ഒരു സ്വർണത്തിന്റെ ഒരു കൊട്ടാരം നിനക്ക് ഉണ്ടാവട്ടെ. ഒരു നല്ലൊരു ഇപ്പൊ പഠനം ഒരു സ്വർണത്തിന്റെ കൊട്ടാരം, ഒരു കനക കൊട്ടാരം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ലൗ തറഖാ ഫിസ്സമ, അല്ലെങ്കിൽ നീ ആകാശത്തേക്ക് ഇങ്ങനെ കയറിപ്പോണ ഞങ്ങൾ ഇങ്ങനെ കാണണം, നീ ഇങ്ങനെ മാനത്തേക്ക് ഇങ്ങനെ കയറിപ്പോകണം. എന്നാലും പറയുന്നത് കേട്ടോ, വലൻ നുഅ്മിന ലിറുഖീക, നീ കയറിപ്പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കൂല. ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ, ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു കിതാബുമായിട്ട് നീ ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് വരെ. പോയിന്ന് കണ്ടാലും ഞങ്ങൾ വിശ്വസിക്കൂല. ഒരു കിതാബുമായിട്ട് ഇങ്ങനെ അതും ഞങ്ങൾക്ക് വായിക്കാൻ പറ്റാവുന്ന ഒരു ബുക്കുമായിട്ട് ഇങ്ങനെ വരണം. ഇതാണ് ഈ സത്യനിഷേധികൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ. എന്നാ ഞങ്ങൾ വിശ്വസിക്കാൻ തുടക്കാതാണ്. ലൻ നുഅ്മിന ലക, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കൂല, ഇതൊക്കെ നീ ചെയ്താൽ ഞങ്ങൾ വിശ്വസിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല എന്താ മറുപടി പറഞ്ഞു? ഒക്കെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഈ ചോദിച്ചൊക്കെ റെഡിയാ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, ഞങ്ങളൊക്കെ വിശ്വസിക്കണട്ടോ എന്നാണോ പറഞ്ഞത്? അല്ല. അല്ലാഹു തആല നബി തങ്ങളോട് പറയാൻ പറയാം, ഖുൽ, നബിയെ മറുപടി കൊടുക്കൂ അവരോട്, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് പരിശുദ്ധനാണ്, ഹൽ കുന്തു, ഞാനല്ലയോ, ഇല്ലാ ബശറർ റസൂലാ, ഒരു മനുഷ്യനായ ദൂതനല്ലാതെ ഞാൻ ആരാണ്? ഞാനൊരു മനുഷ്യനായ ദൂതനാ, മനുഷ്യനായ ഒരു പ്രവാചകനാണ് ഞാൻ. എനിക്ക് എന്റേതായ മനുഷ്യ പ്രകൃതിയുണ്ട്. ആ പ്രകൃതിക്കകത്തുള്ളതേ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മുഹമ്മദ് നീ ഒന്ന് കൈവെക്ക് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന് കൈവെക്കാൻ പറ്റും. കാരണം അത് മനുഷ്യന് സാധാരണ കൊടുക്കുന്ന ഒരു പ്രകൃതിപരമായ ഒരു കാര്യമാണ്. മുഹമ്മദ് നീ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്ന പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന് എഴുന്നേൽക്കാൻ പറ്റും, വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ. കാരണം അത് പ്രകൃതിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സാധാരണക്കാർക്കൊക്കെ നൽകപ്പെട്ടുള്ള കഴിവാണ്. അതേ അവസരത്തിൽ ഇതൊക്കെയോ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് അത്ഭുതം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കാണിക്കാൻ ഞാനൊരു മനുഷ്യനല്ലാത്ത വേറെ ആരുമല്ല, അത് എന്റെ റബ്ബിന്റെ ദൂതനാണ് ഞാൻ. എന്റെ റബ്ബ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുമെന്നൊരു നിഷ്പ്രയാസം നടക്കാവുന്ന സംഗതികൾ തന്നെയുള്ളൂ. പക്ഷെ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ അങ്ങനെ അങ്ങനെ കാണിക്കാൻ ഞാനിത് റബ്ബൊന്നുമല്ല, ഞാൻ ആ റബ്ബിന്റെ ഒരു മനുഷ്യനായ ദൂതൻ മാത്രമാണ് നാം മറുപടി പറഞ്ഞത്. അപ്പൊ ഇവർക്ക് പണ്ടേ ഉള്ള മനസ്സിൽ എന്താണെന്നറിയോ? ഇവർക്കൊരു ദുശാഠ്യം, മനുഷ്യ അങ്ങനെ നബിയായിട്ട് വരാൻ പറ്റൂല. ഖുർആൻ അത് തുടർന്നുകൊണ്ട് പറയുന്നുണ്ട് സൂറത്തുൽ ഇസ്രായിൽ തന്നെ 94-95 ആയത്തുകളിൽ, വമാ മനഅന്നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ലാ അൻ ഖാലൂ അബഅസല്ലാഹു ബശറർ റസൂലാ. അവര് പറയാണ്, അള്ളാഹു അവരെ കുറിച്ച് പറയാണ്, ഈ ജനങ്ങൾ വിശ്വസിക്കുന്നതിന് എന്താണ് അവർക്ക് തടസ്സം? സന്മാർഗം കിട്ടിയതിന്റെ ശേഷവും ഈ നിഷേധികൾക്ക് വിശ്വസിക്കാൻ എന്താ തടസ്സമായത്? അവര് പറയാണെന്ത്, അള്ളാഹു ഒരു മനുഷ്യനെ റസൂലായിട്ട് അയക്കാണോ? പിന്നെ ആരെയാ വേണ്ടത്? അവർക്ക് മലക്കിനെ വേണം. ഈ മലക്കിനെ അയച്ചു കൊടുത്താൽ അവർ വിശ്വസിക്കോ? ഇവര് മലക്കുകളാ? അല്ല, മനുഷ്യന്മാരാ. മലക്കിന്റെ രൂപത്തിൽ അയച്ച അവര് കാണുമോ? കാണൂല. ഇനി ഒരു മനുഷ്യരൂപത്തിൽ മലക്കുകളെ അവരിലേക്ക് നബിയായിട്ട് അയച്ചാലോ? അപ്പോഴും ഇവര് പറയും ഒരു മനുഷ്യനാണല്ലോ വന്നിട്ടുള്ളത്. എന്തൊരു പുതുമയാണിത്! പൊട്ടത്തരം ചോദിക്കാണ്. അപ്പോ അവരുടെ വാദെന്താണ്? ഒരു മനുഷ്യൻ റസൂലായിട്ട് നിയോഗിക്കപ്പെടേ, അത് പറ്റൂല. അതിനല്ല മറുപടി കൊടുത്താൽ എന്താണെന്നറിയോ? എന്താ അല്ല ഒരു മലക്കിനെ അയക്കാത്തത്? എന്താ മനുഷ്യനയച്ചത്? നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. അതേ അവസരത്തിൽ ഖുൽ, നബിയെ പറയൂ, ലൗ കാന ഫിൽ അർളി മലായികതു യംശൂന മുത്മഇന്നീന, ഭൂമിയിലൂടെ സമാധാനത്തോടെ നടക്കുന്ന മലക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ് സമായി മലക്കർ റസൂലാ, അങ്ങനെ ഭൂമിയിലൂടെ സമാധാനത്തോടെ നടക്കുന്ന ഒരു കൂട്ടം മലക്കുകളാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് അവരിലേക്ക് റസൂലായിക്കൊണ്ട് അള്ള മലക്കിനെ തന്നെ ഇറക്കുമായിരുന്നു. പക്ഷെ നിങ്ങളിലേക്ക് മനുഷ്യനയച്ചത് എന്തുകൊണ്ടാ? നിങ്ങൾ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെ പഠിപ്പിക്കാനും മനുഷ്യന്മാർക്ക് മോഡലായി ജീവിക്കാനും മനുഷ്യന്മാരെ നേർവഴിയിലേക്ക് നയിക്കാനും മനുഷ്യപ്രകൃതമുള്ള ആളാ വരേണ്ടത്. അതുകൊണ്ടാ മനുഷ്യനെ ദൂതനായിട്ട് അയച്ചത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, മുശ്രിക്കുകളുടെ അവിശ്വാസികളുടെ വാദം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ നബിയായിട്ട് വരാൻ പറ്റൂല, ഒരു മനുഷ്യന് ഇതുപോലെ പറ്റൂല എന്നുള്ള വാദമാണ്. അതേ അവസരത്തിൽ
സത്യവിശ്വാസികളായ ആളുകളുടെ നിലപാടെന്താ പ്രവാചകന്മാരെ കുറിച്ച്? പ്രവാചകന്മാരും പ്രകൃത്യാ സാധാരണ മനുഷ്യർ തന്നെയാണെന്നാണ്. ഇത് കേട്ടിട്ട് ആരും പറയേണ്ട. സാധാരണ പറയുമെന്ത്, കണ്ടോ ഇവര് നബിയെ സാധാരണക്കാരനാക്കുകയാണ്. പ്രവാചകന്മാരൊക്കെ സാധാരണ മനുഷ്യന്മാരാണത്രേ, സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ആ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. മഹാന്മാരായ പ്രവാചകന്മാര്, വിശിഷ്യ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പ്രകൃത്യാ അവർ സാധാരണ മനുഷ്യർ തന്നെയാണ്. എന്നാൽ അവർ സൃഷ്ടികളിൽ അത്യുന്നതരാണ്. പ്രവാചകന്മാരൊക്കെ സൃഷ്ടികളിൽ ഉന്നതന്മാരാണ്. അവരിൽ അത്യുന്നതനാണ് ആര്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പവർ അവർക്കുണ്ട്. അവര് ഉണ്ണും ഉറങ്ങും, നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യർക്കുണ്ടാകുന്ന പ്രകൃതൊക്കെ അവർക്കുണ്ട്. മാതൃകയാവാനാ അവര് വരുന്നത്. ആ ഏതൊരു സമൂഹത്തെയാണോ പ്രബോധനം നടത്തേണ്ടത്, ആ സമൂഹത്തിലേക്ക് മാതൃകയാകാൻ വരുന്ന നബിമാര് അവരുടെ പ്രകൃതിയുള്ള ആൾക്കാരായിരിക്കണ്ടേ. അല്ലാതെ വിശക്കാത്ത ദാഹിക്കാത്ത ആൾക്കാർ വന്നിട്ട് ഒരു നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നബിക്ക് വിശപ്പില്ല ദാഹമില്ല ഒന്നുമില്ല എന്ന് വിചാരിക്കുക. ആൾക്കാരോട് പറയാം നിങ്ങളൊക്കെ റമദാനിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരിച്ചു ചോദിക്കൂലേ, ആ മുഹമ്മദേ അത് തിരക്കടില്ല, നിനക്ക് വിശപ്പും ദാഹമൊന്നുമില്ല, അതുകൊണ്ട് നിനക്ക് എപ്പോഴും അങ്ങനെ നോമ്പെടുക്കുക. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളോടത് പറയണ്ടെന്ന് പറയില്ലേ. വിശപ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, ദാഹമുള്ള നബിയാണ്, ഉറങ്ങുന്ന നബിയാണ്, ക്ഷീണമുള്ള നബിയാണ്, മയങ്ങുന്ന നബിയാണ്, രോഗം ബാധിക്കുന്ന നബിയാണ്, ചില ഘട്ടങ്ങളിൽ മറവി പോലും ബാധിച്ചിട്ടുള്ള നബിയാണ്. എന്നാൽ ഇസ്ലാമികമായ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടെന്ന ഇസ്ലാമികമായ ഒരു കാര്യത്തിലും ആണു അളവോളം മറവി സംഭവിച്ചിട്ടില്ല. ആ രൂപത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്, സന്താനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പറ്റൂല എന്നാ അവര് പറയുന്നത്. വിവാഹം കഴിക്കാൻ പറ്റൂല, മക്കൾ ആ രൂപത്തിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല, വെള്ളം കുടിക്കാൻ പറ്റൂല. മാത്രമല്ല ജനങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ ആ നബി ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്, അരുതേ എന്ന് വിരോധിക്കുന്നതൊക്കെ ആ നബി ഒഴിവാക്കുന്നുണ്ട്. ഇതാണ് സത്യവിശ്വാസികളുടെ പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസം. എന്നാൽ ഇന്നും ചില ആളുകള്, അന്നത്തെ മുശ്രിക്കുകള്, അവര് വേറെ ചില ലക്ഷ്യങ്ങളോടുകൂടി പ്രവാചകത്വത്തെ നിഷേധിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞതെന്താ, നിങ്ങൾ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരല്ലേ, ഞങ്ങൾക്ക് ഒരു കഴിവില്ലല്ലോ എന്നാണ്. ഇന്നും നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ എന്ത് ചെയ്യാണ്, വേറെ ചില രൂപത്തിലുള്ള ചില ശൈലികളിൽ പ്രവാചകന്മാര് എന്ന് പറഞ്ഞാൽ അവര് നമ്മളെപ്പോലെ അല്ല, അവർക്ക് കുറേ രൂപത്തിലുള്ള അസാധാരണത്വങ്ങളുണ്ട്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കുറെ അസാധാരണത്വങ്ങൾ. നിഴലില്ല, അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ പ്രകാശാണ്, പ്രകാശത്തിന് നിഴലുണ്ടാവില്ലല്ലോ. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വന്നാലും അവിടെയൊക്കെ വെളിച്ചായിരിക്കും, അപ്പൊ ഇരുട്ട് നീങ്ങും. ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ അവിടെ പിന്നെ വിളക്ക് വേണ്ട, കാരണം ലൈറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഭാര്യ, നമ്മുടെ ഉമ്മ, ഒരിക്കൽ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ സൂചി താഴെ വീണു. അപ്പൊ ഇരുട്ടാണ്, കണ്ടെടുക്കാൻ പറ്റുന്നില്ല. അള്ളാന്റെ റസൂലിന് വന്നപ്പോൾ വെളിച്ചത്തു നിന്ന് കണ്ടെടുത്തു. ഇങ്ങനെയൊക്കെ പലതും പറയുന്നില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിസർജ്യങ്ങളില്ല, ഇനി അഥവാ വിസർജിച്ചാൽ തന്നെ ഭൂമിയാണ് വിഴുങ്ങും, അതിന് കസ്തൂരിയുടെ സുഗന്ധമാണ് എന്നൊക്കെ പറയുന്നില്ലേ. അത് നജസല്ല എന്നൊക്കെ. നബിക്കുള്ള കാഷ്ടം താഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ ഹബീബി രക്തവും. നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് രീഹുൻ ത്വയ്യിബത്തടിക്കുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞതാ. എന്താ അതിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രൂപത്തിലുള്ള പ്രത്യേകതകളൊക്കെ ആണ് പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, അതൊന്നും പ്രമാണങ്ങളാൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളല്ല. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാൽ സാധാരണ പ്രകൃതമാണ്, മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് ഒരു പ്രത്യേകതയില്ലാന്നാണോ? ഉണ്ട്. ആ എന്താ പ്രത്യേകത? അവിടുന്ന് പഠിപ്പിച്ച പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ പ്രത്യേകതയാണ് നമ്മൾ സൂറത്തുൽ കഹ്ഫിലൂടെ കേട്ടത്. എന്ത്? യൂഹാ ഇലയ്യ, എനിക്ക് വഹീ നൽകപ്പെടുന്നുണ്ട്. അപ്പൊ വഹീ കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ചില മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അത് സമൂഹത്തോട് പറയാൻ കഴിയുന്നുണ്ട്. ചില അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ പ്രവാചകന്റെ കൈക്ക് അള്ളാഹു തആല വെളിപ്പെടുത്തുന്നുണ്ട്. അത് മറ്റുള്ളവരിൽ ഉണ്ടാകൂല. അതല്ലാത്ത നിലക്കുള്ള
മനുഷ്യ പ്രകൃതങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലുമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ വിശ്വസിക്കുന്നത്. മുശ്രിക്കുകൾ വിശ്വസിച്ചതോ, മുശ്രിക്കുകൾ പറഞ്ഞു അങ്ങാടിയിലൂടെ നടക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള പല. മാത്രല്ല എന്തു നമ്മളാണ് ചോദിച്ചാലും ആ അത്ഭുതമൊക്കെ കാണിക്കാനും പറ്റണം. നബിമാരെന്താ മറുപടി പറഞ്ഞ്? നിങ്ങൾ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞാൽ അതെ ഞങ്ങൾ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്, അത് അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ ചില പ്രത്യേകതകളുണ്ട്, അള്ളാഹ് തെരഞ്ഞെടുക്കപ്പെട്ടവരാ ഞങ്ങൾ, അതുകൊണ്ട് വഹി കിട്ടുന്നുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില പ്രത്യേകതകളുണ്ട്. മാത്രല്ല ഇനി നിങ്ങൾ ചോദിക്കുന്നതൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം ഞങ്ങൾ ബശറായ റസൂലാണ്, അള്ളാന്റെ അടുക്കൽ നിന്ന് അയക്കപ്പെട്ട ദൂതന്മാരാണ്. ഞങ്ങൾക്ക് ആ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രത്യേകമായ ഇതിന് അനുവാദം, അതുപോലെ തന്നെ തൗഫീഖ് ഒക്കെ ഉണ്ടാകുമ്പോഴേ ഞങ്ങളിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുള്ളൂ. ഞങ്ങളിങ്ങനെ വിചാരിക്കുമ്പോൾ, നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തു കാണിച്ചു തരാൻ പറ്റിയതല്ല. ഇതൊക്കെ അവർ ജനങ്ങളെ പഠിപ്പിച്ചു. ഇതിലൊക്കെ നമുക്കും ഗുണപാഠമുണ്ട്. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ പോലും ആ പ്രവാചകന്മാരല്ല പ്രകടിപ്പിക്കുന്നത്, അള്ളാഹുവാണ് അവരിലൂടെ പ്രകടിപ്പിക്കുന്നത്. ആ കഴിവ് അവർക്കാണ് വിട്ടുകൊടുത്തുകയല്ല. ഒരു നിമിഷത്തേക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നബിക്കും ഒരു മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവാണ് വിട്ടുകൊടുക്കല്ല. അള്ളാഹുവാണ് അത് ചെയ്യുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്നു. പക്ഷേ പ്രവാചകൻ, അവൻ ഉദ്ദേശിക്കുന്ന പ്രവാചകൻ ആരാണോ ആ പ്രവാചകന്റെ കൈക്ക് മാത്രമേ അത് നടക്കുകയുള്ളൂ. അതാണ് പ്രത്യേകത. അത് വേറൊരു വിഷയമാണ്, വളരെ വിശദീകരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവരെന്താ പറഞ്ഞത്? കുറ്റം കണ്ടതെന്താ? നബിയായിട്ട് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയാൻ അവർ പറഞ്ഞ ഖുർആനിനെ അവർക്ക് തള്ളണം. നബിയായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിനെന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഓരോ വിഡ്ഢിത്തരങ്ങൾ പൊലമ്പാണ്. അതല്ലാതെ ഇതൊന്നും കാമ്പുള്ള ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ചിന്താശേഷിയുള്ള വാക്കുകളല്ല ഈ പറയുന്നത്. ഒന്നാമതിപ്പോ അവർ പറഞ്ഞത് എന്താണ്? ഈ നബിക്ക് എന്താ പറ്റിയത്? ഭക്ഷണം കഴിക്കുന്നു, മാർക്കറ്റിലൂടെ നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയോ? ഇതേ അധ്യായത്തിൽ തന്നെ 20-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. എന്താ അറിയോ? ഏത് നബിമാരെ നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിലും ആ പ്രവാചകന്മാരൊക്കെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഭക്ഷണം കഴിക്കുന്നവരും മാർക്കറ്റിലൂടെ നടക്കുന്നവരും ഒക്കെ തന്നെ ആയിരുന്നു എന്നാണ് അള്ളാഹു തആല പറയുന്നുണ്ട്. ഈ ആയത്തിലെ 20-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. കണ്ടോ? വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ ഇല്ലാ ഇന്നഹും ലയഅകുലൂന അത്അമ വയംശൂന ഫിൽ അസ്വാഖ്. നമുക്ക് അവിടെ എത്തുമ്പോൾ വിശദീകരിക്കാം. 20-ാമത്തെ ആയത്താണ്. എന്താണ് ആയത്തിൽ പറയുന്നതെന്ന് ചുരുക്കം ഞാൻ പറഞ്ഞു തരാം. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന, മുർസലീങ്ങളിൽ നിന്ന് നിനക്ക് മുമ്പ് ഒരാളെയും നാം അയച്ചിട്ടില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരും അതുപോലെ തന്നെ മാർക്കറ്റുകളിൽ സഞ്ചരിക്കുന്നവരും തന്നെയായിരുന്നു എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ എന്താ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ഇങ്ങനെ മാർക്കറ്റിലൂടെ നടക്കലും കച്ചവടം ചെയ്യലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കലും ഒന്നും ഒരു പ്രവാചകന്മാരുടെ അന്തസ്സിന് നിരക്കാത്ത കാര്യമൊന്നുമല്ല. അതൊക്കെ അവർക്ക് യോജിച്ച കാര്യം തന്നെയാണ്. അതൊക്കെ അവർക്കൊരു ന്യൂനതയൊന്നുമല്ല. അതൊക്കെ ഉണ്ടാവലാണ് അവർക്കുള്ള പ്രത്യേകത. കാരണം അവർ മനുഷ്യവർഗത്തിലേക്ക് അയക്കപ്പെടുന്ന ദൂതന്മാരാണ്. മനുഷ്യവർഗത്തിലേക്ക് അയക്കപ്പെടുന്ന ദൂതന്മാർക്ക് മനുഷ്യപ്രകൃതം ഉണ്ടാവണം. എന്നിട്ടാണ് അവർ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുകയും ദിശാബോധം നൽകുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ വാദത്തിന് മറുപടി പറഞ്ഞു. മാത്രല്ല, ഒരു മലക്കിനെ എന്തുകൊണ്ട് ഇറക്കി കൊടുത്തുകൂടാനാണ് അടുത്തത് പറഞ്ഞത്. ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ, എന്തുകൊണ്ട് അദ്ദേഹത്തിനേക്ക് ഒരു മലക്കിനെ ഇറക്കി കൊടുത്തുകൂടാ? എന്നിട്ട് ആ മലക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ ഒരു നദീറായിട്ട് ഇങ്ങനെ വരിക. അപ്പൊ മലക്കും വേണം, ഈ മുഹമ്മദും വരണം, കൂടെ ഒരു മലക്കും വരണം. എന്നിട്ട് മലക്കും വരെ സംസാരിക്കണം ഞങ്ങളോട്. അതാണ് വിഡ്ഢിത്തം. മലക്ക് വന്നാൽ മലക്കിൻ്റെതായ വേഷത്തിൽ വന്നാൽ ഇവർക്ക് മനസ്സിലാവോ? കാണാൻ പറ്റുമോ? പറ്റൂല. ഇനി മനുഷ്യ വേഷത്തിലല്ലേ പിന്നെ വരാൻ പറ്റുള്ളൂ. അപ്പോഴും ഇവർക്ക് പഴയ സംശയം ഉണ്ടാവൂലേ, ഇയാളെന്താ മനുഷ്യനായിട്ട് വന്നിട്ടുള്ളത്? അതൊന്നും സാധിക്കുന്നതല്ല. മാത്രല്ല, അള്ളാഹു മറുപടി വേറെയും പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നൊരു ദിവസമുണ്ട്, അന്ന് നിങ്ങൾക്ക് പൂതിയാണ്ട് തീരുന്നു. കാരണം മലക്കുകൾ വരെ ശിക്ഷ നടപ്പിലാക്കാനും അവരെ ജീവൻ കൊണ്ടുപോകാനും ഒക്കെയാണ്. അന്ന് നിങ്ങൾക്ക് കാര്യമാണ് മനസ്സിലാവുന്ന ശേഷം ഈ അധ്യായത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേവലം ചില ന്യായങ്ങൾ, ദുർന്യായങ്ങൾ പറഞ്ഞ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും വിശുദ്ധ ഖുർആനിനെയും തള്ളിക്കളയാൻ ന്യായമുള്ള ഒരു കാരണവും കാണാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓരോ പിച്ചും പേയും വിളിച്ചു പറയാ. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചല്ലോ ആരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ഇപ്പൊ പറയുന്നത് ഭക്ഷണം കഴിക്കണ്, വെള്ളം കുടിക്കണ്, അങ്ങാടിയിലൂടെ നടക്കുന്നത്, എന്താ മലക്ക് കൂടെ കാണാത്തത്, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഇതേപോലെയുള്ള പൊട്ട ചോദ്യങ്ങൾ തന്നെയാണ് തുടർന്നുകൊണ്ടുള്ള വചനങ്ങളിലും അവർ പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഈ പ്രത്യേകതകളും ഈ വ്യത്യാസങ്ങളുമൊക്കെ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിൽ പ്രധാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. 2 വീക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ആ 2 വീക്ഷണങ്ങളിൽ സത്യവിശ്വാസികൾ ഏതാണോ സ്വീകരിക്കേണ്ടത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ളതൊക്കെ അവിശ്വാസികൾ പരിശുദ്ധ ഖുർആനിന്റെ സാധുതയെ ചോദ്യം ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ ചില കേവല ജൽപ്പനങ്ങൾ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുകൊണ്ട് അവരുടെ മറ്റു വാദങ്ങളും അവയ്ക്കുള്ള മറുപടിയൊക്കെ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിഞ്ഞ് ആ നേരിന്റെ പാതയിൽ തന്നെ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും സർവ അന്ധവിശ്വാസങ്ങളോടും വിട പറയുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم اشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.